Okay. So next is anti-malarials. അപ്പം ആന്റി-മലേറിയൽസിന്റെ പ്രത്യേകത അറിയാലോ. മലേറിയ എന്ന് പറയുന്ന പാരസൈറ്റിക് പ്രോട്ടോസോവന് എഗെയിൻസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ആന്റി-മലേറിയൽ ഡ്രഗ്സ്. So malaria, it is caused by the parasite protozoa which belongs to genus Plasmodium. Okay. So നാല് പ്രധാനപ്പെട്ട സ്പീഷീസ് Plasmodium falciparum, Plasmodium vivax, Plasmodium malariae, Plasmodium ovale അങ്ങനെ മൂന്ന് തരക്കാരാണ് ഈ മലേറിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ആന്റി മലേറിയൽ ഏജന്റ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ആന്റി പാരാസൈറ്റിക് കെമിക്കൽ ഏജന്റ്സ്. നമ്മൾ പ്രധാനമായിട്ടും അവരെ ഉപയോഗിക്കുന്നത് മലേറിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാ. മലേറിയ വരുമ്പോൾ ആളുകൾക്ക് പ്രധാനമായിട്ടും കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഹെഡ് ഏക്ക്, ചിൽസ്, ഫീവർ, അനീമിയ ആൻഡ് സ്വെറ്റ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും കാണിക്കാറുള്ള ലക്ഷണങ്ങൾ. ക്ലാസിഫിക്കേഷൻ നോക്കാലോ. ഏതൊക്കെയാണ്? സിൻകോണ ആൽക്കലോയിഡ്, ക്വിനൈൻ, 4-aminoquinoline, ക്ലോറോക്വിൻ, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആൻഡ് അമോഡയാക്വിൻ. HCQ എന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിനെ പറയുന്നത്. സോ HCQ, CQ ആൻഡ് അമയോഡയോക്വിൻ ആണ് 4-aminoquinoline. സിൻകോണ ആൽക്കലോയിഡ് ആണ് ക്വിനൈൻ. ഓക്കെ. ഇനി 8-aminoquinol ആണ് പ്രൈമാക്വിൻ ആൻഡ് പെൻഡാക്വിൻ. പ്രൈമാക്വിൻ ആൻഡ് പെൻഡാക്വിൻ എന്നൊക്കെ പറയുന്നത് 8-aminoquinolines ആണ്. ദെൻ ബിഗ്വാനൈഡ്സ് ഉണ്ട്. ബിഗ്വാനൈഡ് ആണ് പ്രോഗ്വാനിൻ ആൻഡ് ക്ലോർപ്രോഗ്വാനിൻ. ഓക്കെ. ദെൻ ഡൈഅമിനോപിരമിഡിൻ ഉണ്ട്, പൈറിമെത്തമിനും ദെൻ ട്രൈമെത്തോപ്രിമും. അത് ഡൈഅമിനോപിരമിഡിൻ ആണ്. ഏറ്റവും ആദ്യം ക്വിനൈൻ നോക്കാം. ക്വിനൈന്റെ ക്ലാസിഫിക്കേഷൻ സിൻകോൺ ആൽക്കലോയിഡ്സ് അല്ലെ. ഏറ്റവും ആദ്യം ക്വിനൈൻ നോക്കാം. ക്വിനൈൻ ഈസ് an alkaloid present in cinchona, heterocyclic ring quinoline. Okay, heterocyclic ring എന്താണ്? Quinoline. Properties of white odorless ആയിട്ടുള്ള effervescent granular powder ആണ്. Very slightly it is soluble in water. ക്വിനൈൻ നമുക്ക് സൾഫേറ്റ് ആയിട്ടോ ബൈസൾഫേറ്റ് ആയിട്ടോ ഹൈഡ്രോക്ലോറൈഡ് ആയിട്ടോ ഡൈഹൈഡ്രോക്ലോറൈഡ് ആയിട്ടോ ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാം. ക്വിനൈൻ സൾഫേറ്റ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ. ക്വിനൈൻ ബൈസൾഫേറ്റ് ഇസ് ഫ്രീലി സോലുബിൾ. അപ്പം ബൈ ഉള്ളപ്പോൾ ആലോചിക്കാൻ നല്ലതുപോലെ വാട്ടറിൽ സോൾവ് ബൈ. ഓക്കെ. ദെൻ ക്വിനൈൻ ഹൈഡ്രോക്ലോറൈഡ് is soluble. Quinine dihydrochloride is very soluble and administered as orally. So in an emergency also given an IV അല്ലെങ്കിൽ IM injection ആയിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. And uses in the treatment of Plasmodium falciparum malariae. Okay. So next is chloroquine. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ ഡ്രഗ് ഏതാണ്? ക്വിനൈൻ. ഹെട്രോസൈക്ലിക് റിംഗ് ആണ് ക്വിനൈനിലെ ക്വിനോളിൻ. ഓക്കെ. പ്രോപ്പർട്ടീസ് വൈറ്റ്, ഓഡർലെസ്, എഫർവസന്റ്, ഗ്രാനുലാർ പൗഡർ ആണ്. വാട്ടറിൽ സ്ലൈറ്റ്ലി സോലുബിൾ ആണ്, പക്ഷെ ബൈസൾഫേറ്റ് ആണെങ്കിൽ ഫ്രീലി സോലുബിൾ. ക്വിനൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണെങ്കിൽ സോലുബിൾ. ക്വിനൈൻ ഡൈഹൈഡ്രോക്ലോറൈഡ് ആണെങ്കിൽ വെരി സോലുബിൾ. ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യാം. IV ആയിട്ടും IM ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് ഈസ് ക്ലോറോക്വിൻ. ക്ലോറോക്വിന്റെ പ്രത്യേകത എന്താ? 4-aminoquinoline ഡെറിവേറ്റീവ് ആണ് ക്ലോറോക്വിൻ എന്ന് പറയുന്നത്. വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ, ഫ്രീലി സോലുബിൾ ഇൻ വാട്ടർ. ടാബ്ലറ്റും ഇഞ്ചക്ഷനും ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. അവിയോക്ലോർ, നിവാക്വിൻ ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. യൂസസ് ആന്റി മലേറിയൽ, ആന്റി അമീബിക് ഏജന്റ്. അമോഡയോക്വിൻ എന്ന് പറയുന്നത് 4-aminoquinoline ഡെറിവേറ്റീവ്. ഹൈഡ്രോക്ലോറൈഡ് സാൾട്ട് അവൈലബിൾ ആണ്. ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യാം. മലേറിയൽ അല്ലെങ്കിൽ അമിയോബിക് ഏജന്റ് ആണ്. ദെൻ അമയോഡയോക്വിൻ മനസ്സിലായാലും 4-aminoquinoline ഡെറിവേറ്റീവ് ആണ്. ദെൻ hydrochloride salt ഉണ്ട്. They can be administered orally, used as an anti-malarial and anti-amoebic activity. Next is primaquine. Primaquine 8-aminoquinoline derivative ആണ്. Orange red crystalline powder, water soluble and insoluble in alcohol. Then primaquine phosphate is official. Primaquine orally കൊടുക്കാം. വിവാക്സോ അല്ലെങ്കിൽ ഒവേലിയോ മലേറിയോ റിലാപ്സ് എന്താ ഒന്നുകൂടെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് പ്രോഗ്വാനിൽ യൂസ് ചെയ്യാം. ഇനി പൈറിമെത്തമിൻ ഒരു പിരമിഡിൻ ഡെറിവേറ്റീവ് ആണ് പൈറിമെത്തമിൻ. ഇറ്റ് ഈസ് എ ഡൈഅമിനോ
പിരമിഡിൻ ഡെറിവേറ്റീവ് ആണ്. പൈറിമെത്തമിൻ ആന്റി മലേറിയൽ ഡ്രഗ് ആണ്. സൾഫണമൈഡുമായിട്ട് സൾഫർ ഓക്സിന്റെ കൂടെയൊക്കെ നമുക്ക് ക്ലോറോക്വിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് പൈറിമെത്തമിൻ കൊടുക്കാം. ട്രൈമെത്തോപ്രിം എന്താണ്? ഡൈഅമിനോ പിരമിഡിൻ ഡെറിവേറ്റീവ് ആണ്. സൾഫണമൈഡിന്റെ കൂടെ നമുക്ക് മലേറിയ ട്രീറ്റ്മെന്റ് കൊടുക്കാം. ട്രൈമെത്തോപ്രിം ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി മലേറിയൽ ഏജന്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി കോളിനർജിക് ഏജന്റ്സ് നോക്കാം. So next is cholinergic drugs. അസിറ്റൈൽകോളിൻ ആണല്ലോ കോളിനർജിക് ട്രാൻസ്മിഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട സാധനം. സോ അസിറ്റൈൽകോളിൻ is a neurohumoral transmitter which mediate nerve impulse in the ANS and also in the neuromuscular function in the voluntary nervous system. അപ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എടുത്താൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇത് കോളിനർജിക് സിസ്റ്റം. അവിടെയുള്ള അസറ്റൈൽ കോളിൻ. അപ്പം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ അസറ്റൈൽ കോളിൻ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇമ്പൾസിന് ട്രാൻസ്മിഷൻ സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ദ പോസ്റ്റ് ഗാംഗ്ലിയോണിക് sympathetic nerves. Effect of stimulation of cholinergic system by acetylcholine include muscarinic cardiac inhibition, peripheral vasodilatation, constriction of pupil, stimulation of GI smooth muscles, contraction of smooth muscles of the urinary bladder. ഇതിനൊക്കെ ആക്ഷൻ ആണ്, മസ്കാരിനിക് ആക്ഷൻ ആണ് കോളിനർജിക് ഡ്രഗ്സ് വരുന്നത്. Nicotinic action exhibited by acetylcholine involve contraction of skeletal muscle, autonomic ganglia and the adrenal medulla. അപ്പം മസ്കാരിനിക് ആക്ഷൻ ഉണ്ട്, നിക്കോട്ടിനിക് ആക്ഷൻ ഉണ്ട്. നിക്കോട്ടിനിക് ആക്ഷൻ എന്ന് പറയുന്നത് അസറ്റൈൽകോളിൻ ആണ് കാണിക്കുന്നത്. അത് പ്രധാനമായിട്ടും സ്കെലറ്റൽ മസിൽസിന്റെ കോൺട്രാക്ഷൻ, ഓട്ടോണോമിക് ഗാംഗ്ലിയ ആൻഡ് adrenal മെഡുല്ലയിലൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും കോളിനർജിക് ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. Then compounds that mimic the action of acetylcholine, sympathomimetic അല്ലെങ്കിൽ പാരാസിമ്പതോമിമെറ്റിക് എന്ന് പറയും. സിമ്പതോമിമെറ്റിക് എന്തുവാ? അഡ്രിനാർജിക് ഡ്രഗ്സ്. പാരാസിമ്പതോമിമെറ്റിക്സ് ആണ് കോളിനർജിക് ഡ്രഗ്സ്. ഓക്കെ, സോ അപ്പം അസറ്റൈൽകോളിന്റെ ആക്ഷൻ മിമിക് ചെയ്യുന്നു. പാരാസിമ്പതറ്റിക് നെർവ്സിന്റെ സ്റ്റിമുലേഷൻ, അത് പാരാസിമ്പതോമിമെറ്റിക് ഏജന്റ്സ് ആക്കി മാറ്റുന്നതാണ് ഈ പർട്ടിക്കുലർ ക്ലാസ് ഒക്കെ. Then acetylcholine hydrolyzed by the enzyme acetylcholine esterase to choline and acetic acid. So the drugs that exhibit the acetylcholine esterase are called the anticholinesterase agent. Okay, the classification and the cholinergic agonists and the രണ്ട് ആൾക്കാർ വരുന്നുണ്ട്, cholinesterase and alkaloids. Cholinesterase ആരൊക്കെയാണ്? കോളിനർജിക് അഗോണിസ്റ്റിന്റെ അകത്ത് വരുന്ന കോളിനെസ്റ്റേഴ്സ് ആണ് കോളിനുകൾ. അസറ്റൈൽകോളിൻ, മെത്താകോളിൻ, കാർബകോൾ, ദെൻ ബെത്താനിക്കോൾ ഒക്കെ കോളിനർജിക് എസ്റ്റേഴ്സ് ആണ്. ആൽക്കലോയിഡ് ആണ് മസ്കാരിൻ, പൈലോകാർപ്പിൻ, അനികോളിൻ ഒക്കെ. ആന്റികോളിനെസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഫൈസോസ്റ്റിഗ്മിൻ, നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ, എഡ്രോഫോണിയം. ഇതൊക്കെ എന്താണ്? ആന്റികോളിനെസ്റ്റേഴ്സ്. ആ പർട്ടിക്കുലർ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. Okay, next is phylocarpin. Alkaloid obtained from the leaf of Phylocarpus microphyllus and species of Phylocarpus. A parasympathetic agent with the muscarinic effect of acetylcholine. Acetylcholine action എന്താണോ അതിന് മിമിക് ചെയ്യുന്നതാണ് കോളിനർജിക്. So
The alkaloid obtained from the leaflets of Pilocarpus microphyllus of the species Pilocarpus. അപ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ അസറ്റൈൽ കോളിന്റെ മസ്കാരനിക് ഇഫക്റ്റ് നൈട്രേറ്റ് സാൾട്ട് ആയിട്ടും ഹൈഡ്രോക്ലോറൈഡ് സാൾട്ട് ആയിട്ടും ഒക്കെ ആയിരിക്കും ഇതിനെ പ്രധാനമായിട്ട് നമ്മൾ ബോഡിയിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി അറിയാലോ ഈ പർട്ടിക്കുലർ ഏജൻസ് കോളിനോജിക് ഏജൻസ്, ഇപ്പം അസിൽകോൾ എലമെന്റ് കോളിൻ, കാർബോകോള്, പൈലോകാർബൺ ഇവരെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? നമ്മൾ കണ്ണിന്റെ ഉള്ളില് ഇൻട്രാ ഓക്കുലർ പ്രഷർ ഗ്ലൂക്കോമയിൽ കുറയ്ക്കാനായിട്ട്. സോ 1 to 5% നമുക്ക് മയോട്ടിക് ആയിട്ട് ഉപയോഗിക്കാം. ടു കൺസ്ട്രിക്ട് ദ പ്യൂപ്പിൾ ആൻഡ് മയോട്ടിക് ആക്ടിവിറ്റി തരുന്ന അതേ സമയത്ത് തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ എന്തായിട്ട് ഉപയോഗിക്കാം? ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കാനും ഉപയോഗിക്കാം. Counteract the effect of short-acting mydriatrics on the eye, brand name Pilocar Snopilo. അടുത്ത നിയോസ്റ്റിഗ്മിൻ 3-dimethyl carbamyl oxy trimethyl anilum bromide crystalline powder ആണ്, hygroscopic ആണ്, very soluble in water, used as bromide salt. അപ്പൊ നിയോ എന്ന് വെച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആലോചിക്കാം. അപ്പൊ നിയോസ്റ്റിഗ്മിൻ നമ്മുടെ നേരത്തെ നോറഡ്രിനാലിൻ പറഞ്ഞു. നോറഡ്രിനാലിൻ എന്താണ്? വാട്ടർ സോല്യൂബിൾ ഏജൻസ്. ഓക്കെ, ബ്രോമൈഡ് സോൾട്ട് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ടും അവരെ ഉപയോഗിക്കുന്നത്. And neostigmine can be also used as myasthenia gravis treatment. Methyl sulfate ഒക്കെ ഉപയോഗിക്കാം. പാരലിറ്റിക് ഇലിയസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂറിനറി റീടെൻഷനും ഒക്കെ നമുക്ക് ഇവനെ ഉപയോഗിക്കാം. ഇനി പിരിഡോസ്റ്റിഗ്മിൻ എടുത്താലോ, യൂസ്ഡ് ഓറലി അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ്ലി ഓർ 1 molar ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് മൈസ്തീനിയ ഗ്രാവിസിന് നമുക്ക് ഈ പർട്ടിക്കുലർ ഏജന്റിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, in the treatment of myasthenia gravis, methyl sulfate used parenterally, paralytic ileus, post-operative urinary retention. Okay, next is pyridostigmine. So orally അല്ലെങ്കിൽ subcutaneously 1 molar ആയിട്ടൊക്കെ നമുക്ക് മൈസ്തീനിയ ഗ്രാവിസിലെ pyridostigmine യൂസ് ചെയ്യാം. Next is physostigmine. This alkaloid act by inhibiting the enzyme acetylcholic esterase നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡ്രഗിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫൈസോസ്റ്റിഗ്മ വെനോസം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. അതിന്റെ ഡ്രൈഡ് റൈപ്പ് സീഡ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ആസ് ഫൈസോസ്റ്റിഗ്മ സാലിസ്ലി. Anti-liveum, yellow crystal ആണ് with bitter taste. Okay, then it is sparingly soluble in water. Used as myotic, decrease intraocular pressure in glaucoma. Injection കൊടുത്താൽ ആന്റികോളിനർജിക്സ് ഉണ്ടാക്കിയ സൈഡ് ഇഫക്ട് ഓൾട്ടർ ചെയ്യാനായിട്ട് ഈ പറയുന്ന കോളിനർജിക് ഡ്രഗ്സ് നമുക്ക് ഉപയോഗിക്കാം. Then ആന്റികോളിനർജിക്സ് അല്ലെങ്കിൽ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് ഉണ്ടാക്കുന്ന ട്രീറ്റ്മെന്റ് ഓഫ് പോയിസണിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഈസ് പ്രാലിഡോക്സിൻ, employed as pralidoxin chloride injection as an antidote used in poisoning for certain cholinesterase inhibitors. നമുക്ക് എന്ത് ചെയ്യാം? പ്രാലിഡോക്സിൻ ഉപയോഗിക്കാം. പ്രാലിഡോക്സിൻ ക്ലോറൈഡ് ഇഞ്ചക്ഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. It can be used as an antidote. cholinesterase inhibitor വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രാലിഡോക്സിൻ ഒരു ആന്റിഡോട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. Next is anticholinergic agents. Anticholinergic agents അകത്ത് വരുന്ന എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ആൽക്കലോയിഡുകൾ. ഓക്കെ,